ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെഡിക്കേഷൻ വേണം. ബട്ട് ചെയ്താൽ യു ആർ ഗോയിങ് ടു ട്രാൻസ്ഫോം. Hey, this is Maimuna Devi and I trained her to speak English confidently and fluently. I just took 40 days and some secret magical training method to train her. ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് മൈമൂന ബേബി ഈ രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. I don't know how to speak in English. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മൈമൂന ബേബി സംസാരിക്കുന്നത് ഈ രീതിയിലാണ്. You will wake up early in the morning and do some works related with my kitchen work, and then you attend the morning session at 6 o'clock. ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചിരുന്നത് ക്യാമറ ടോക്കാണ്, കംഫർട്ടബിൾ ആണ്, ഈസിയാണ്. I know almost every grammar parts, but I ട്രെയിനിങ്ങിന് ശേഷം സംസാരിക്കുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ്, ആളുകളുടെ മുന്നിലാണ് സംസാരിക്കുന്നത്, സ്ട്രെസ്ഫുൾ ആണ്, നല്ല കോൺഫിഡൻസും വേണം. Woke up early in the morning, sometime 4:30 I woke up and I attended the morning session every day. I didn't miss any morning session. I think. Yeah. If you are someone who is struggling to master this language, I will share some habits to master this language. നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാസ്റ്റർ ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു 4 ഇംഗ്ലീഷ് ലേണിംഗ് മെത്തേഡാണ്. അപ്പോൾ ഈ 4 ലേണിംഗ് മെത്തേഡാണ് ഞാൻ പേഴ്സണലി എൻ്റെ ട്രെയിനിങ് ഉപയോഗിക്കുന്നത്. ഈ ട്രെയിനിങ്ങിൽ ഉപയോഗിക്കാൻ കാരണം എൻ്റെ ലേണിങ്ങിൽ ഞാൻ ഈ ഒരു 4 മെത്തേഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഈ 4 ഗ്രാമർ ലേണിംഗ് ഫ്രം ഗ്രാമർ വീഡിയോസ് ആൻഡ് ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് ഓർ എനി ബുക്സ് അത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഗ്രാമർ ബുക്ക് നോക്കി പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമർ വീഡിയോസ് നോക്കി പഠിക്കുന്ന മെത്തേഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ പറയാൻ പോകുന്ന 4 മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡ് നല്ല തന്നെ, അടിപൊളി തന്നെ, ബട്ട് അത് ലെസ് എഫക്റ്റീവാണ് കമ്പയർ ടു ദി ലാസ്റ്റ് മെത്തേഡ്. 4ാമത്തെ മെത്തേഡാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതും. അത് എൻ്റെ ട്രെയിനിങ്ങിൽ ഞാൻ ഒരുപാടധികം ഉപയോഗിക്കുന്നുണ്ട്. The first one is speaking practice, the second one is shadowing, the third one is community, the fourth one is CFL. CFL means corrective feedback loop. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇതിലെ ആദ്യത്തെ ടെക്നിക്ക്, ആദ്യത്തെ ലേണിംഗ് മെത്തേഡ് സ്പീക്കിംഗ് പ്രാക്ടീസ്. ഓക്കെ, സോ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ വി നീഡ് ടു സ്പീക്ക് അലോട്ട്. ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ഐഡിയോളജിയാണ്, ഇഫ് യു വാണ്ട് ടു മാസ്റ്റർ ദി സ്പീക്കിംഗ്, ഇഫ് യു വാണ്ട് ടു മാസ്റ്റർ ദി വെർബൽ കമ്മ്യൂണിക്കേഷൻ, വി നീഡ് ടു സ്പീക്ക് അലോട്ട്. ഒരു ടീച്ചർ എടുത്ത് നോക്കുക, ഒരു ട്രെയിനറോ ടീച്ചറോ, അയാളൊരു ടീച്ചർ ആവുന്നത് ഒരു ദിവസം മണിക്കൂറുകളോളം ടീച്ച് ചെയ്യുമ്പോഴാണ്, അതും ഫോർ ഇയേഴ്സ്, വർഷങ്ങളോളം അവർ ആ പണി ചെയ്യുമ്പോഴാണ് ഒരു ടീച്ചർ ആവുന്നത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സംസാരിക്കണം. സോ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ സിറ്റുവേഷൻസ് ഇല്ലാതെ നമ്മളെങ്ങനെ സംസാരിക്കും? സോ വി നീഡ് ടു ക്രിയേറ്റ് സിറ്റുവേഷൻസ്. ഓക്കെ, ഞാനത് പറയാം എങ്ങനെയാണ് നമ്മൾ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ സ്പീക്കിംഗ് പ്രാക്ടീസ് ഈസ് ദ ഫസ്റ്റ് ടെക്നിക്. വെൻ ഐ ട്രെയിൻഡ് മൈമൂന PV ട്രെയിൻ ചെയ്തപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഏത്? സ്പീക്കിംഗ് പ്രാക്ടീസ്, 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡൻസ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തുമ്പോൾ കറക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം. സ്പീക്കിംഗ് പ്രാക്ടീസ് പേഴ്സണലി ഐ ഡോണ്ട് കറക്റ്റ് ഇൻ സ്പീക്കിംഗ് പ്രാക്ടീസ് ബിക്കോസ് ദാറ്റ് ഈസ് ആക്ച്വലി ഹോട്ട് ഫീഡ്ബാക്ക്. ഇപ്പോൾ നമ്മൾ ഒരാളായിട്ട് സ്പീക്കിംഗ് പ്രാക്ടീസ് നടത്താണ്. സോ ആസ് എ ട്രെയിനർ ഐ എം സ്പീക്കിംഗ് വിത്ത് മൈ സ്റ്റുഡൻസ് ആർ മേക്കിംഗ് മിസ്റ്റേക്സ്. സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ അവരെ സ്പോട്ടിൽ കറക്റ്റ് ചെയ്താൽ അത് ഹോട്ട് ഫീഡ്ബാക്ക് ആണ്. ഹോട്ട് ഫീഡ്ബാക്ക് അവരുടെ കോൺഫിഡൻസ് ഡൗൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പകരം വാട്ട് വി നീഡ് ടു ഡു, വി നീഡ് ടു കോൺസെൻട്രേറ്റ് ആൻഡ് വി നീഡ് ടു ഫോക്കസ് ഓൺ ബേസിക്കലി ടു ഷെയർ ഐഡിയാസ്. നമ്മുടെ ഐഡിയാസ് പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം സ്പീക്കിംഗ് പ്രാക്ടീസിൽ ശ്രമിക്കുക. സോ ആ ടൈമിൽ നമുക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ആസ്ക്, വി ക്യാൻ കറക്റ്റ്, all those things we can do. But if you can understand what they are trying to, what the students are trying to convey, then we are good. നമ്മൾ ഓക്കെ ആണ്. ആശയവിനിമയം ഇംഗ്ലീഷിലൂടെ നടത്താൻ പറ്റിയാൽ ഓക്കെ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സ്പീക്കിംഗ് പ്രാക്ടീസ്. അപ്പോൾ ട്രെയിനിങ് മെത്തേഡിലെ ആദ്യത്തെ മെത്തേഡാണ് സ്പീക്കിംഗ് പ്രാക്ടീസ്. സ്പീക്കിംഗ് പ്രാക്ടീസിൽ ഹോട്ട് ഫീഡ്ബാക്ക് ഇല്ല. ഓക്കെ, ഫീഡ്ബാക്ക് കറക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
അതിൽ ആശയവിനിമയം മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ദി സെക്കൻഡ് വൺ ഈസ് ഷാഡോ ജിം. ഓക്കെ, ഷാഡോ ജിം. ഐ ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് ഷാഡോ ജിം. ഷാഡോ ജിമ്മിനെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ഫേവറേറ്റ് ടെക്നിക്സ് ദാറ്റ് ഐ പേഴ്സണലി ട്രൈഡ് വെൻ ഐ വാസ് ലേണിംഗ് മൈ English communication, when I was doing my English communication, when I was improving my English. Okay, so basically ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടൊരു സ്പീക്കർ സെലക്ട് ചെയ്യുക. ആ സ്പീക്കർ പറയുന്ന അതേ ടോണിൽ മാച്ച് ചെയ്യാൻ നോക്കുക. അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടും ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടും മാച്ച് ചെയ്തിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രത്തോളം ആ ഇംഗ്ലീഷ് വിൽ ബിക്കം ബെറ്റർ ആൻഡ് സ്ട്രോങ് ആകും. നമ്മൾ നാറ്റീവ് സ്പീക്കറായിട്ട് മാറും. സോ ദിസ് ഇസ് ഗോൾഡൻ. ബേസിക്കലി ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. സോ ഏതൊരാൾക്കും എവിടെ നിന്നിട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണത്. അപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെഡിക്കേഷൻ വേണം. ബട്ട് ചെയ്താൽ യു ആർ ഗോയിങ് ടു ട്രാൻസ്ഫോം. നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോവാം. ഓക്കെ, ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആരെടുത്ത് നോക്കിയോട് അവരൊരുപാട് ഷാഡോയും ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നത്, ഇത്ര അടിപൊളിയായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ പറയും, ഓക്കെ ഐ വാസ് ഡൂയിങ് ലോട്ട് ഓഫ് ഷാഡോ ജിം, മിറർ ടോക്ക്, സെൽഫ് ടോക്ക്, ഇതൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവരൊക്കെ സംസാരിക്കാൻ സാഹചര്യം ഇല്ലാത്ത സിറ്റുവേഷനിൽ അവർ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, ഷാഡോ ജിം ഉപയോഗിച്ചിട്ട്, മിറർ ടോക്ക് ഉപയോഗിച്ചിട്ട്, സെൽഫ് ടോക്കൊക്കെ ഉപയോഗിച്ചിട്ട്. അവർ ഒരു പാർട്ണർ കിട്ടാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ വെയിറ്റ് ചെയ്യാതെ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്തവരാണ് നല്ല സ്പീക്കേഴ്സ്. ഓക്കെ, സോ ഷാഡോ ജിമ്മാണ് രണ്ടാമത്തെ ടെക്നിക്ക് ഞാൻ എൻ്റെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ആ മൊഡ്യൂൾ വി ആർ യൂസിങ് ഓൾ ദീസ് ടെക്നിക്സ്. ഓക്കെ, ഷാഡോ ജിം, സ്പീക്കിംഗ് പ്രാക്ടീസ് വി ആർ യൂസിങ്. ആൻഡ് ദി തേർഡ് വൺ ഈസ് actually interesting. The third one is interesting. Okay, the third technique I'm using for training is actually a community. We are building a strong community. ഒരു പവർഫുൾ കമ്മ്യൂണിറ്റി ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് ഫ്ലുവൻസ്. ബേസിക്കലി ദ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസി എന്നാണ് ഫുൾ ഫോം. ഇൻഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് പ്ലസ് ഫ്ലുവൻസി. ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനിൽ ആളുകളിൽ ഒരു ഇൻഫ്ലുവൻസിങ് ലെവലിലുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം, ഇംഗ്ലീഷ് നമ്മൾ എന്തിനു പഠിക്കുന്നു വെച്ചാൽ ആൾക്കാരായിട്ട് സംസാരിക്കാൻ. വി നീഡ് ടു സ്പീക്ക് വിത്ത് പീപ്പിൾ. അപ്പോൾ ഒരു ട്രെയിനറായിട്ട് കേവലം സംസാരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ട്രെയിനറായിട്ട് സംസാരിക്കുന്നത് കംഫർട്ടബിളാണ്. AI യുമായിട്ട് സംസാരിക്കുന്നത് കംഫർട്ടബിളാണ്. ഇറ്റ്സ് വെരി ഈസി. ബട്ട് ടു ടോക്ക് വിത്ത് പീപ്പിൾ it is hard to talk with people. It is hard. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലോ, കമ്മ്യൂണിറ്റിയിൽ എന്താ ഉള്ളത്? പീപ്പിളാണുള്ളത്, ആൾക്കാരാണുള്ളത്. ലാംഗ്വേജ് പഠനം ഇൻട്രസ്റ്റിംഗ് ആക്കാനും അത് എഫക്റ്റീവ് ആക്കാനും ഈ ഒരു ആളുകളുടെ കൂട്ടായ്മ വേണം. സോ എ കമ്മ്യൂണിറ്റി ഓഫ് കണക്റ്റഡ് പീപ്പിൾ, എ കമ്മ്യൂണിറ്റി ഓഫ് ഫ്രണ്ട്സ്, we need that to master the English language basically. So മൂന്നാമത്തെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ മൈമിൻ അബീബിനെ ട്രെയിൻ ചെയ്തപ്പോഴും ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ആ ഇൻട്രാക്ഷനിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഐഡിയാസ് എല്ലാം ഒരു പേഴ്സണൽ ഗ്രോത്ത് റിലേറ്റഡ് ഐഡിയാസാണ്. അതായത് നമ്മളെ പേഴ്സണലി ഡെവലപ്പ് ചെയ്യുന്ന ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യും, അതിനെപ്പറ്റി ഇൻട്രാക്ട് ചെയ്യും, അതിനെപ്പറ്റി പ്രസൻറ്റേഷൻ ഉണ്ടാവും, ഈ കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ലാംഗ്വേജ് റീഡിങ്ങിന് ഒരു പേർപ്പസ് ഉണ്ട്. വെറുതെ ഗ്രാമറും അതും പഠിച്ച് കണക്ട് ചെയ്ത് ബേജാറാക്കല്ല ചെയ്യുന്നത്. ബട്ട് വാട്ട് വി ആർ ഡൂയിങ് ആക്ച്വലി കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, ഷെയറിങ് ഐഡിയാസ്, ആൻഡ് വി ആർ പേഴ്സണലി ഗ്രോയിങ് in English language. Okay, that is the idea. So third one is community interaction, a community. And the fourth one, this is magical. Okay, this is magical. ട്രെയിനിങ്ങിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണത്. സോ ദി ടെക്നിക്സ് നെയിം ഈസ് CFL, ദാറ്റ് ഈസ് കറക്റ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്. കറക്റ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ട് ഒരുപാട് സംസാരിപ്പിക്കും. വി മേക്ക് ദി സ്റ്റുഡൻസ് സ്പീക്ക് എ ലോട്ട്. ആൻഡ് ആ സംസാരിച്ചതിൽ ഒരുപാട് മിസ്റ്റേക്ക് കറക്ഷൻസ് നൽകാൻ നോക്കും. മിസ്റ്റേക്കാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ വി വിൽ കറക്റ്റ് ദാറ്റ് മിസ്റ്റേക്ക്. ഇനി നല്ലൊരു ഫ്രേസ് അല്ല അവിടെ ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഫ്രേസ് വി ക്യാൻ സജസ്റ്റ്. ട്രെയിനർ ഒരു ബെറ്റർ ഫ്രേസ് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിൽ പിന്നെ ഫില്ലർ വേർഡ്സ് കറക്റ്റ് ചെയ്യും, ബോഡി ലാംഗ്വേജ് കറക്റ്റ് ചെയ്യും, ഐ കോൺടാക്ട് കറക്റ്റ് ചെയ്യും, എല്ലാ കറക്ഷൻസും അതിലുണ്ടാവും. ദി മോർ നെഗറ്റീവ് ഫീഡ്ബാക്ക് വി ഗെറ്റ്, സ്റ്റുഡൻസിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരുപാട് കൂടുതൽ പെട്ടെന്ന് കിട്ടിയാൽ അത്രയും വേഗം ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഗ്രോത്തിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ ട്രെയിനിങ്ങിലായാലും ഒരാൾ ട്രെയിൻ ചെയ്യുന്നത് ഒരാളെ കൊണ്ട് ആ ഒരു എന്തിലാണോ ട്രെയിനിങ് വേണ്ടത്
അതിൽ അയാളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അതിന് മോട്ടിവേറ്റ് ചെയ്ത് അതിനൊരു പേർപ്പസ് ഉണ്ടാക്കി ആ വർക്ക് ചെയ്യാനൊരു പേർപ്പസ് വേണം. അതുണ്ടാക്കി ചെയ്യിപ്പിക്കുമ്പോൾ മിസ്റ്റേക്കുകൾ വരും, സ്വാഭാവികമായിട്ടും സ്റ്റക്കാവും, കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അതെല്ലാം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയെന്ന് പറഞ്ഞ് ട്രെയിനർ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ്റ്റേക്ക് കറക്ഷൻസിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, ഏത് ലെവലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ദിസ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദി ട്രെയിനിങ്. ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഏതിൽ നിന്നാണ് നമ്മുടെ സ്റ്റുഡൻസിന് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം CFL, കറക്റ്റ് ഫീഡ്ബാക്ക് ലൂപ്പ്, ദെൻ കമ്മ്യൂണിറ്റി, ദെൻ ഷാഡോഷിപ്പ്, ദെൻ സ്പീക്കിംഗ് പ്രാക്ടീസ്. ഓക്കെ, ദിസ് ഈസ് ദ ഐഡിയ. ബട്ട് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ എല്ലാവരും എടുത്ത് നോക്കിയാൽ ഏറ്റവും പ്രീമിയം ആയിട്ട് കാണുന്നത് സ്പീക്കിംഗ് പ്രാക്ടീസാണ്. സ്പീക്കിംഗ് പ്രാക്ടീസ് അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്, ദർ ആർ ലോട്ട് ഓഫ് പ്രോബ്ലം. ഇപ്പോൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം നമ്മളിപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ചേഞ്ച് ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദേ വിൽ നോട്ട് ഷോ ദാറ്റ്. ആ ചേഞ്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആരും തരില്ല. കാരണം ആ രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ ഈ ട്രെയിനിങ് മെത്തേഡ് പോരാ. അതായത് ജസ്റ്റ് സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ് എല്ലാ അക്കാദമീസും അവരുടെ ട്രെയിനിങ് മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. അത് പോരാ. ഈ ഒരു രീതിയിൽ ചേഞ്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഡു സം മോർ. ഓക്കെ, ബിഗിനർ ആണെന്നുണ്ടെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആണെന്നുണ്ടെങ്കിലും അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിലും ഈ 4 മെത്തേഡ് നിങ്ങളെ ഒരു കോൺഫിഡൻറ്റ് ആൻഡ് ഫ്ലുവൻറ്റ് സ്പീക്കറാക്കും, ഇംഗ്ലീഷ് സ്പീക്കറാക്കും. നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഷാഡോ ജിം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. സെൽഫ് സ്റ്റഡി ദാറ്റ് ഈസ് ഇനഫ്. ഷാഡോ ജിം, സ്പീക്കിംഗ് പ്രാക്ടീസ്, AI പ്രാക്ടീസ് ചെയ്യാം. ഈ ചാനൽ തന്നെ ChatGPT ആയിട്ട് എങ്ങനെ സംസാരിക്കാമെന്നും ക്ലോഡ് ലേറ്റസ്റ്റ് AI ടൂളാണ്, ക്ലോഡിനായിട്ട് എങ്ങനെ സംസാരിച്ച് ഇംഗ്ലീഷ് പരിശീലിക്കാം എന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ സ്പീക്കിംഗ് പ്രാക്ടീസും നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് വീട്ടിൽ നിന്ന് സ്വന്തം ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കമ്മ്യൂണിറ്റി നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റില്ല. ഈ CFL കറക്റ്റ് ഫീഡ്ബാക്ക് ലൂപ്പ് വി കനോട്ട് ഡു അറ്റ് ഹോം അലോൺ. ഇനി നിങ്ങൾ പറയണം, നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ പറയണം. ഞാനൊരുപാട് സ്റ്റുഡൻസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, വൈ യു ആർ ലേണിംഗ് ദിസ് ലാംഗ്വേജ്. അപ്പോൾ ചിലർ പറയും എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ലാംഗ്വേജ്, ചിലർ പറയും വിത്തൗട്ട് ദിസ് ലാംഗ്വേജ് ഐ കനോട്ട് സർവൈവ്, ഇതിൻ്റെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 2 ടീമിനും ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രെയിൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇവർക്ക് കാര്യമായിട്ട് റിസൾട്ട് നല്ല ഉണ്ട്, ബട്ട് നമ്മൾ ഒരു ഇൻക്രെഡിബിൾ റിസൾട്ട് ഇവർക്ക് ഉണ്ടാവില്ല. അതിന് കാരണം എന്താ പറയുക, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ നീണ്ടില്ല, ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു സീരിയസ്നെസ്, ഒരു ലെവലേഷൻ കുറയും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല നീഡുണ്ട് പക്ഷെ ഒട്ടും താല്പര്യമില്ല, ഗതികേടാണ്. അവിടെയും നമ്മൾ അത്ര എഫേർട്ട് ഇടുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഇതിൽ മാജിക്കൽ റിസൾട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് നല്ല താല്പര്യം വേണം, ഈ ലാംഗ്വേജിനോട് ഒരു ഇഷ്ടം വേണം, പോരാത്തതിന് ഈ ലാംഗ്വേജ് പഠിക്കാൻ നല്ല ആവശ്യം വേണം. ഈ ലാംഗ്വേജിലൂടെയാണ് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു അവയർനെസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, നീഡും ഇൻട്രസ്റ്റും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു സക്സീഡ് ഇൻ ദിസ് ലാംഗ്വേജ്. ഇനി നിങ്ങൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ, ഓൺലി ഇഫ് യു ആർ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മളുടെ ഹെൽപ്പും വേണം എന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഫ്ലുവൻസ് കമ്മ്യൂണിറ്റി ഈസ് ഫോർ യു. ഫ്ലുവൻസ് കമ്മ്യൂണിറ്റി നിങ്ങൾക്കുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ വരിക, അവിടെ കണക്ഷൻ ബിൽഡ് ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക, സംസാരിക്കുക. അവിടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട്, വൺ കമ്മ്യൂണിക്കേഷൻ, ടോപ്പിക് ഡിസ്കഷൻ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ്. സോ യു ക്യാൻ ജോയിൻ ദർ കമ്മ്യൂണിറ്റി ഇഫ് യു ആർ വെരി സീരിയസ് ആയിട്ടുള്ളവർക്ക് മാത്രമുള്ളതാണ്. സോ അപ്പോൾ വേറെ ചോദ്യമുണ്ട്, ഇത് ഫ്രീ ആണോ പെയ്ഡ് ആണോ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി പെയ്ഡ്. ഒരു ചെറിയൊരു ചാർജ് ഈടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ചാർജാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിനൊരു വാല്യൂ ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവർക്കും അഫോർഡബിളും ആവണം. ഓക്കെ, ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. അതിനൊരു ചെറിയ എമൗണ്ട് വെച്ചിട്ടുണ്ട്. സോ ഇഫ് യു ആർ സീരിയസ്, യു ക്ലിക്ക് ദ ലിങ്ക് ആൻഡ് സെൻഡ് എ റിക്വസ്റ്റ് ആൻഡ് we will contact, our team will contact you and we will share regarding the community, the activities and the rules and the payment as well. Okay, so you can start there and there are a lot of interesting things happening there. So if you want this kind of change, ഇപ്പോൾ മൈമുന ബീവിൻ്റെ ചേഞ്ച് എടുത്ത് നോക്കിയാൽ ആദ്യത്തെ വീഡിയോയിൽ ക്യാമറ ടോക്കാണ്, കംഫർട്ടബിളാണ്, പിന്നെ പബ്ലിക് സ്പീക്കിംഗ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷനിൽ ഒരു പബ്ലിക്കിന് മുമ്പിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അത് 40 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും.
സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ഹിയർ. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഫ്ലുവൻസ് കമ്മ്യൂണിറ്റി. ദെൻ വി വിൽ സ്റ്റാർട്ട് ആ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി ജേർണി. ഓൾ ദി ബെസ്റ്റ്.